മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मित धूम्रलोचनवधे हे चण्डमुण्डाक्विनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. ഈ ദേവീമാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായം തുടങ്ങി. 4-ാമത്തെ അധ്യായത്തിൽ ഈ എങ്ങനെയാണ് ഞാൻ ദേവന്മാർ വർണ്ണിക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് നിശ്ചയമില്ല. ദേവിയെ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. എങ്ങനെ സ്തുതിക്കുക? സ്തുതിക്കുമ്പോൾ ദേവിയെ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിലല്ലേ സ്തുതിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ ദേവിയെ പറ്റി സ്തുതിക്കണമെന്ന് അറിയില്ല എന്ന് പറയാണ്. എന്താണ് അറിയാതിരിക്കാൻ കാരണം വെച്ചാൽ അത്രത്തോളം ഉള്ളതായിട്ടുള്ള ആ വൈഭവം ദേവിക്കുള്ളത് കൊണ്ട് ആ ദേവിയുടെ ഗുണഗണങ്ങളെ അല്ലെങ്കിൽ മാഹാത്മ്യത്തെ വർണ്ണിക്കാനായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ വർണ്ണിക്കുക? കിം വർണ്ണയാമ തവ രൂപമചിന്യമേതത് കിഞ്ചാതിവീര്യം അസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവദ്ഭുതാനി സർവേഷു ദിവ്യസുരദേവഗണാർച്ചിതേഷു. അപ്പോൾ എന്ത് വർണ്ണിക്കാം എന്ന് ആലോചിക്കുകയാണ്. ഒന്നും തന്നെ വർണ്ണിക്കാൻ കഴിവില്ല എന്ന് പറയുകയാണ്. എന്താണ് ഞങ്ങൾ വർണ്ണിക്കാൻ പോണത്? ആദ്യം ഈ രൂപം വർണ്ണിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രൂപം കണ്ടുല്ലോ. ആ രൂപം വർണ്ണിക്കാമെന്നുണ്ടെങ്കിൽ അത് കിം വർണ്ണയാമ തവ രൂപം അചിന്യം ഏതത് രൂപം, ഈ രൂപത്തെ, അതായത് എല്ലാ ദിക്കിലും വ്യാപിച്ചും കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു രൂപമാണ് അവിടെ അവർ കണ്ടത് എന്നുള്ളതാണ്. ആ രൂപത്തെ വർണ്ണിക്കാനായിട്ട് അചിന്യം, ഞങ്ങൾക്ക് ആ രൂപത്തെ മുഴുവൻ വർണ്ണിക്കാനായിട്ട് ചിന്തിക്കാൻ കൂടി വയ്യാത്തതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? കിം വർണ്ണയാമ തവ രൂപം, അങ്ങയുടെ ആ രൂപത്തെ അചിന്യം, ചിന്തിക്കാൻ പോലും വയ്യാത്തതായിട്ടുള്ള ഈ രൂപത്തെ, അതിനെയാണോ ഞങ്ങൾ വർണ്ണിക്കുക? കിഞ്ച അതിവീര്യം അസുരക്ഷയകാരി ഭൂരി, ഇനി ആഹവങ്ങളിൽ ഏതത് വീര്യം, അങ്ങയുടെ ഈ വീര്യത്തെയാണോ ഞങ്ങൾ വർണ്ണിക്കാൻ സാധിക്കുക? അതും വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണത്? അസുരക്ഷയകാരി അതിവീര്യം, അത്യധികമായിട്ടുള്ളൊരു വീര്യമാണ്, വർണ്ണിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായിട്ടുള്ള ഒരു വീര്യമാണ് ഇവിടത്തേക്കുള്ളത്. എല്ലാ അസുരന്മാരുടെയും വീര്യത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വീര്യമാണ് അവിടത്തേക്കുള്ളത്. അതും വർണ്ണിക്കാൻ സാധിക്കുമോ? ഇനി അഥവാ അങ്ങയുടെ ചരിതങ്ങൾ, ആ ആഹവങ്ങളിൽ യുദ്ധങ്ങളിലുള്ളതായിട്ടുള്ള ദേവിയുടെ ചരിതങ്ങൾ, അതാണോ വർണ്ണിക്കേണ്ടത് എന്നുള്ളതാണ്. സർവേഷു ദേവാസുര ദേവഗണ അർച്ചിതേഷു ആഹവേഷു, ആഹവങ്ങളിൽ യുദ്ധങ്ങളിൽ എങ്ങനെയുള്ളതായിട്ട് സർവേഷു ആഹവേഷു, എല്ലാ യുദ്ധങ്ങളിലും അനവധി ഓരോരോ യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട് ദേവിക്ക് വേണ്ടിയിട്ട്. ദേവന്മാർക്ക് വേണ്ടിയിട്ട്, ദേവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അസുരന്മാരുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് അനവധി യുദ്ധങ്ങൾ നയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ദേവിക്ക്. ആ ആഹവങ്ങളിൽ, ആ യുദ്ധങ്ങളിൽ ദേവിയുടെ വീര്യത്തിനെ ആണോ സർവേഷു ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിതങ്ങൾ, ഓരോരോ ചരിതങ്ങൾ, പല പ്രവൃത്തികളും ആ യുദ്ധങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചരിതാനി അത്ഭുതാനി ചരിതാനി, അത്യത്ഭുതങ്ങളായിട്ടുള്ള ദേവിയുടെ ചരിതങ്ങൾ ആ ആഹവങ്ങളിൽ, യുദ്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായ സർവേഷു ആഹവേഷു, എല്ലാ യുദ്ധങ്ങളിലും ഒരുമാതിരിയാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള അത്ഭുതാനി ചരിതാനി, അത്ഭുതങ്ങളായിട്ടുള്ള ചരിതങ്ങളെ, അതിനെയാണോ ഞങ്ങൾ വർണ്ണിക്കേണ്ടത്? ദേവാസുരന്മാരൊക്കെ അത് സ്തുതിക്കുന്നുണ്ട് എന്നല്ലാതെ കണ്ട് അത് എല്ലാവർക്കും സ്തുതിക്കത്തക്കതാണ്. അസുരന്മാർക്ക്, ശത്രുക്കളും കൂടിയും ആ വീര്യം കാണുമ്പോൾ അതിനെ സ്തുതിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവന്മാരും അസുരന്മാരും ഒക്കെ സ്തുതിക്കുന്നതായിട്ടുള്ള അവരുടെ ഗണങ്ങളൊക്കെ അസുര ദേവഗണ അർച്ചിതേഷു, അസുരന്മാരും ദേവന്മാരും അവരുടെ ഗണങ്ങളൊക്കെ കൂട്ടം മുഴുവൻ അർച്ചിക്കുന്നതായിട്ടുള്ള, സ്തുതിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ചരിതങ്ങളെ കുറിച്ചാണോ ഞങ്ങൾ വർണ്ണിക്കേണ്ടത്? ഒന്നിനും ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറയണം. അത്രയൊന്നും വർണ്ണിക്കാനുള്ളതായിട്ട്, സ്തുതിക്കാൻ സാധ്യമല്ല. അത്രത്തോളം ഉള്ളതായിട്ടുള്ള ഓരോന്നാണ് വർണ്ണിക്കേണ്ടതുള്ളത്.
അത് ഞങ്ങൾക്ക് അറിയാൻ തന്നെ വയ്യ, പിന്നെ എങ്ങനെയാണ് സ്തുതിക്കുക അത് പറഞ്ഞിട്ട് എന്നുള്ളതാണ്. ഹേതു സമസ്തജഗതം ത്രിഗുണാപി ദേവൈർന ജ്ഞായസേ ഹരിഹരാദിഭിരപ്യപാരാ സർവാശ്രയ അഖിലമിദം ജഗദംശഭൂതം അവ്യാകൃതാ ഹി പരമാ പ്രകൃതിസ്ത്വമദ്യ. അതാണ് ആദ്യ പ്രകൃതി, അവിടുന്ന് മൂലപ്രകൃതിയാണ്. ഇനി മഹാത്മ്യത്തിനെ വേറെ തരത്തിൽ വർണ്ണിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ഹേതുഭൂതയായിട്ടുള്ള മൂലപ്രകൃതിയാണ് അവിടുന്ന് എന്നുള്ളത്. ത്വം ആദ്യ പ്രകൃതി, ആദ്യത്തെ മൂലപ്രകൃതിയാണ് അവിടുന്ന്. എന്താണ് ആ മൂലപ്രകൃതിയുടെ വിശേഷം? ഹേതുഹു, കാരണാണ്. എന്തിനു കാരണം? സർവ സമസ്ത ജഗതാം ഹേതുഹു, എല്ലാ ഈ പ്രപഞ്ചത്തിലെ സർവത്തിനും ഹേതുഭൂതമായിട്ടുള്ളതാണ് മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്, അല്ലേ? മഹത്വത്വം, അഹങ്കാരതത്വം, ഇങ്ങനെ തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ എന്ന് വേണ്ട സർവത്തിനും കാരണമായിട്ടുള്ള മൂലപ്രകൃതി, ഈ മൂലപ്രകൃതിയിൽ നിന്നാണ് ബാക്കി പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള മൂലപ്രകൃതി തന്നെയാണ് ദേവി എന്നുള്ളതാണ്. ത്വം ആദ്യ പ്രകൃതി, ആദ്യമായിട്ടുള്ള ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള മൂലപ്രകൃതി തന്നെയാണ് അവിടുന്ന്. അസി പ്രകൃതി, മൂലപ്രകൃതി അസി, അതാണ് ഭഗവതി ദേവി തന്നെയാണ് ആ മൂലപ്രകൃതി. ത്രിഗുണ, 3 ഗുണങ്ങളുണ്ട്. ത്രിഗുണാത്മകയാണ് എന്നുള്ളത്. മൂലപ്രകൃതി ത്രിഗുണാത്മികയാണ്. അത് ആ ത്രിഗുണാത്മികയാണ് എങ്കിലും ആ ഗുണങ്ങളാണല്ലോ ദേവിയെ അറിയാൻ ഉള്ള ഒരു കാരണം. ദേവിയെ മറ്റുള്ളവർക്ക് അറിയാനുള്ളതായിട്ടുള്ള ഒരു കാരണം ആ ത്രിഗുണങ്ങളാണ്. പക്ഷേ ആ ത്രിഗുണയാണ് എങ്കിലും 3 ഗുണങ്ങൾ ഉള്ളതാണ് എങ്കിലും ദേവന്മാർക്ക് പോലും ആ ദേവിയെ അറിയാനായിട്ട് സാധിക്കണില്ല എന്ന് പറയുകയാണ്. അതാ ആ ത്രിഗുണങ്ങൾ ആ സാമ്യാവസ്ഥയിലിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അതിൻ്റെ മാറ്റം വരുമ്പോഴേ, ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോഴാണ് അതിൽ നിന്ന് ഈ മഹദാദി തത്വങ്ങളൊക്കെ ഉണ്ടാവണത്. അങ്ങനെ ആ തത്വങ്ങളൊക്കെ ഉണ്ടായി പ്രപഞ്ചാത്മികയായിട്ട് മാറിയാൽ മാത്രമേ പിന്നെയും അറിയാൻ പറ്റുള്ളൂ. അതുവരെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ത്രിഗുണാത്മിക, ത്രിഗുണാത്മികയാണ്, ത്രിഗുണയാണ് എങ്കിലും 3 ഗുണങ്ങളും ഉള്ളതാണ് എങ്കിലും ദേവൈഹി നജ്ഞായസേ, ദേവന്മാർക്ക് പോലും അറിയാൻ അറിയപ്പെടുന്നില്ല. ദേവന്മാരാലും അറിയപ്പെടുന്നില്ല, ദേവന്മാർക്ക് അറിയാൻ കഴിയുന്നില്ല ദേവിയെക്കുറിച്ച് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയുക എന്നുള്ളതാണ്. ദേവൈഹി അഭി നജ്ഞായസേ. ഇനി ദേവന്മാർ, സാധാരണ ദേവന്മാരെയൊക്കെ അറിയാൻ പറ്റണില്ല എന്നുണ്ടാവും. അതല്ല, ഹരിഹരാദിഭിഹി, ഹരൻ തുടങ്ങിയവർക്ക്, മഹാവിഷ്ണു, ശിവൻ എന്നിവർക്ക് കൂടി അറിയാൻ വയ്യാത്തതാണ് ദേവിയുടെ മഹത്വം എന്നുള്ളതാണ്. ഹരിഹരാദിഭിഹി, ഹരിഹരൻ തുടങ്ങിയവർക്ക് കൂടി, ശിവൻ, വിഷ്ണു തുടങ്ങിയവർക്ക് കൂടി അറിയാൻ കഴിയാത്തതാണ് ദേവിയുടെ മഹത്വം എന്നുള്ളതാണ്. ഹരിഹരാദിഭിഹി അപി നജ്ഞായസേ എന്നുള്ളതാണ്, അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇനി അപാര, എന്താ അപ്പം അങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ല എന്ന് പറയാൻ? അപാര, ഒരു അതിർത്തി ഇല്ലാത്തതാണ് ദേവിയുടെ മാഹാത്മ്യം. അവിടെ ഒരു ഇത്ര എന്ന് പറയാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. അപാരയാണ് ദേവി എന്നുള്ളതാണ്. സർവാശ്രയ, എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളതുമാണ്, പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമാണ്. സർവാശ്രയ അഖിലമിതം ജഗത് അംശഭൂതം, ഈ ജഗത്ത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ആ ദേവിയുടെ ഒരു അംശം മാത്രമാണ്. അംശഭൂതം, ഒരു അംശം ആയിട്ടാണ് ഈ ജഗത്ത് മുഴുവനുള്ളത്. അപ്പം അങ്ങനെയുള്ളതായിട്ട് ദേവിയെ പറ്റിയിട്ട് ഞങ്ങൾക്കും അറിയാൻ പറ്റില്ല, ഹരിഹരന്മാർക്ക് പോലും അറിയാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളത് വർണ്ണിക്കുക, സ്തുതിക്കുക എന്നുള്ളതാണ്. ജഗത് അംശഭൂതം അവ്യാകൃതാഹി പരമാ പ്രകൃതി ത്വം ആദ്യ. വ്യാകൃതം അല്ലാത്തതാണ്, അതായത് വികാരങ്ങളൊന്നും സംഭവിക്കാത്തത്. വികാരം ഉണ്ടായിട്ട് നമുക്ക് തോന്നുന്നു, അല്ലേ? പക്ഷേ ആ ദേവിയുടെ ശരിയായിട്ടുള്ള സ്വരൂപം ആ വികാരങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള, വികാരം എന്ന് വെച്ചാൽ മാറ്റം, പ്രകൃതിയിൽ നിന്ന് മഹത്വത്വം നിന്ന് അലങ്കാരതത്വം അങ്ങനെ ഉണ്ടായിട്ട് ഉള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി ഉണ്ടാവണത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വികാരം എന്നുള്ളത്, ആ മാറ്റം
അന്ന് പ്രകൃതി എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ലാത്തതായിട്ടുള്ള ആ പ്രകൃതിയാണ് അവിടെ നിന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുക എന്നുള്ളതാണ്. ജഗത് അംശഭൂതം, ഈ ജഗത്ത് മുഴുവൻ കേവലം ഒരു അംശം മാത്രമാണ്. അവ്യാകൃത, വ്യാകൃതം അല്ല, അതായത് മാറ്റങ്ങളൊന്നും വികാരങ്ങളൊന്നും സംഭവിക്കാത്തതാണ് ദേവി എന്നുള്ളതാണ്. പരമാ പ്രകൃതിസ്ത്വം ആദ്യ, അപ്രകാരമുള്ള ആ ആദ്യ പ്രകൃതി, മൂലപ്രകൃതിയാണ് അവിടുന്ന്. ആ മൂലപ്രകൃതിയായ അവിടത്തെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും എന്നുള്ളതാണ്. അടുത്തത് യസ്യാ സമസ്തസുരത സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി സാ പിതൃഗണസ്യ ച തൃപ്തിഹേതോ ഉച്ചര്യസേ ത്വമത ഏവ ജനൈസ്വധാ ച. യസ്യാഹ സമസ്തസുരതാഹ, സമസ്തസുരതാഹ, സുരത എന്ന് വെച്ചാൽ ദേവന്മാരുടെ സമൂഹം എന്നുള്ള, സുരന്മാരുടെ സമൂഹം സുരത എന്നുള്ളത്. സമസ്തസുരത, എല്ലാ ദേവസമൂഹവും, പരിപൂർണമായിട്ടുള്ള ദേവസമൂഹം. യസ്യ സമുദീരണേന, അങ്ങയുടെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ തൃപ്തിയും മഖേഷു, സകലേഷു മഖേഷു, എല്ലാ മഖങ്ങളിലും എല്ലാ യാഗങ്ങളിലും അങ്ങയുടെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ തൃപ്തി ഉണ്ടാവണു. ആർക്ക്? ദേവന്മാർക്ക് മുഴുവൻ, എല്ലാ ദേവന്മാർക്കും തൃപ്തിയായിത്തീരുന്നു. അതായത് ഭഗവതിക്ക് വേണ്ടി അർച്ചിക്കുമ്പോഴതായിട്ടുള്ള ഉച്ചാരണം, ആ ഭഗവതിയുടെ നാമമായിട്ടുള്ള സ്വാഹ എന്നുള്ളതായിട്ടുള്ള നാമം, അതാണ് എല്ലാ യാഗങ്ങളിലും അർച്ചിക്കുന്നതായിട്ടുള്ള സമയത്ത് സ്വാഹ എന്നാണ് പറയുക. ദേവന്മാർക്ക് ഇതാവുമ്പോഴൊക്കെ ആ സ്വാഹ എന്നുള്ളതാണ്. ആ സ്വാഹ എന്നുള്ളത് ഭഗവതിയുടെ തന്നെ പേരാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ഭഗവതിയുടെ നാമം ഉച്ചരിക്കുമ്പോൾ സർവ്വദേവന്മാർക്കും തൃപ്തിയായിട്ട് തീരുന്നു. മഖങ്ങളിൽ, യാഗങ്ങളിലൊക്കെ ആ ദേവിയുടെ നാമമായിട്ടുള്ള സ്വാഹ എന്നുള്ളത് ഉച്ചരിക്കുമ്പോൾ സർവ്വദേവന്മാർക്കും തൃപ്തി സംഭവിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് സ്വാഹ എന്ന് പറയുന്നത് എന്നാണ്. മഖേഷു, മഖങ്ങളിൽ, യാഗങ്ങളിൽ ദേവി അല്ലയോ ദേവി. യസ്യാഹ സമസ്ത സുരതാ യസ്യാഹ സമുദീരണേന, യാതൊരു നാമം ഉച്ചരിക്കുമ്പോൾ, സമുദീരണം ഉച്ചാരണം ഉച്ചരിക്കുമ്പോഴാണോ സമസ്ത സുരത ദേവസമൂഹം മുഴുവൻ തൃപ്തിം പ്രയാതി, തൃപ്തിയെ പ്രാപിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ നാമം ഉച്ചരിക്കുമ്പോൾ തൃപ്തി വരുന്നു എന്നുള്ളത് കൊണ്ട് ആ സ്വാഹാസി, ആ സ്വാഹ എന്ന് പറയുന്നത് തന്നെ ദേവിയാണ്. അപ്പോൾ സ്വാഹ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തൃപ്തി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ നാമം ദേവിയുടെ നാമം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് പിതൃഗണസ്യ തൃപ്തിഹേതോ, പിതൃഗണങ്ങൾക്ക് മതുമാര് സ്വധ എന്ന് പറയുമ്പോൾ പിതൃഗണങ്ങൾക്കൊക്കെ തൃപ്തി വരുന്നുണ്ട്. പിതൃഭ്യ സ്വധ എന്നാണ് പറയുക. അപ്പം അങ്ങനെ ആ സ്വധ എന്ന് പറയുമ്പോൾ പിതൃക്കൾക്കൊക്കെ തൃപ്തി വരുന്നുണ്ട്. അപ്പോൾ ആ സ്വധ എന്ന് പറയുന്നതും ദേവി തന്നെയാണ് എന്നാണ്. തൃപ്തി ഹേതോഹോ ഉച്ചാര്യസേ ത്വം അത ഏവ ജനൈ സ്വധാ ച. ആ സ്വധ എന്ന് പറയുന്നതും ജനങ്ങളാൽ ഉച്ചരിക്കപ്പെടുന്നു, സ്വധ എന്ന് ഉച്ചരിക്കപ്പെടുന്നു. അപ്പോൾ തൃപ്തി വരുന്നു ദേവി, എല്ലാവർക്കും, എല്ലാ പിതൃക്കൾക്കും തൃപ്തി വരുന്നു എന്നതുകൊണ്ട് ആ സ്വധ എന്നുള്ളതായിട്ടുള്ള നാമവും ദേവി തന്നെയാണ് എന്നാണ്. ദേവി തന്നെയാണ് ആ സ്വധ എന്നുള്ളതും എന്നാണ്. യാ മുക്തിഹേതുരവിചിന്യ മഹാപ്രഭാവൈ അഭ്യസ്യത്തെ സുനിയതേന്ദ്രിയ സത്വസാരൈ മോക്ഷാർത്ഥിഭിർമുനിഭിരസ്തമയ അസ്തസമസ്തദോഷൈ വിദ്യാസി സാ ഭഗവതി പരമാ ഹി ദേവി. യാതൊരു ദേവിയാണോ മുക്തിഹേതുഹു, മുക്തിക്ക് ഹേതുവായിട്ടുള്ളത്, ആ മോക്ഷത്തിന് ഹേതുവായിട്ടുള്ള വിദ്യ എന്നുള്ളത്. ആ വിദ്യ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വിദ്യ, അവിദ്യ എന്ന് രണ്ട് തരത്തിലുണ്ട്. ആ പരാവിദ്യ, അപരാവിദ്യ എന്നാണ് പറയുക. വിദ്യ പരയായിട്ടുള്ള വിദ്യ അത് ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള വിദ്യ, ആ അപരവിദ്യയും ദേവി തന്നെയാണ് എന്നുള്ളതാണ്. ആ ദേവിയുടെ സ്വഭാവം അല്ലാതെ കണ്ട് യാതൊരു വിദ്യയും ഇല്ല എന്നുള്ള, ദേവി അല്ലാതെ കണ്ട യാതൊരു വിദ്യയും ഇല്ല. വിദ്യ പരയായിട്ടുള്ള വിദ്യയും അപരയായിട്ടുള്ള വിദ്യയും
ദേവി തന്നെയാണ് എന്ന് സാരം. യാ മുക്തിഹേതു അവിചിന്യ മഹാപ്രഭാവൈഹി. ഇനി അത് ഏതാണ് ഈ പരാവിദ്യ, മുക്തിഹേതുവായിട്ടുള്ള വിദ്യ ഏതാണ് എന്നാണ് പറയണത്. അവിചിന്യ മഹാപ്രഭാവൈഹി മുനിഭിഹി. അവിചിന്യമായിട്ടുള്ള, ചിന്തിക്കാൻ പോലും വയ്യാത്തതായിട്ടുള്ള വലിയ പ്രഭാവത്തോടു കൂടിയ, ശക്തിയോടുകൂടിയ മഹർഷിമാരാൽ അവിചിന്യ മഹാപ്രഭാവൈഹി അഭ്യസ്യത്തെ. അവർ അഭ്യസിക്കുകയാണ് ചെയ്യണത്. അവർക്കും അഭ്യസിച്ചാലേ ഈ വിദ്യ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ട് അത്യധികമായ ശക്തിയുള്ളതായിട്ടുള്ള മഹർഷിമാർ കൂടി ഈ വിദ്യ അഭ്യസിക്കുന്നു. അഭ്യസ്യത്തെ സുനിയതേന്ദ്രിയ സത്വസാരൈഹി മുനിഭിഹി. സുനിയതമായിട്ടുള്ള സത്വം എന്ന് വെച്ചാൽ പ്രഭാവം തന്നെ, ശക്തി. ആ ശക്തിയുള്ളതായിട്ടുള്ള മഹർഷിമാർ കൂടി അഭ്യസിക്കുന്നു ഈ വിദ്യ എന്നുള്ളതാണ്. ഇനി മോക്ഷാർത്ഥിഭി, എന്തിനു വേണ്ടിയിട്ടാണ്? മോക്ഷത്തിന് വേണ്ടി, മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അവരും ഈ പരാവിദ്യയെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള അർത്ഥിഭിഹി മുനിഭിഹി അസ്തസമസ്തദോഷൈഹി. മുനികളുടെ വിശേഷമാണ് അവിടേക്ക്. അസ്തസമസ്തദോഷൈഹി, അസ്തമിച്ചതായിട്ടുള്ള, നശിച്ചതായിട്ടുള്ള എല്ലാ ദോഷങ്ങളും, ബുദ്ധിയുടെ, മനസ്സിൻ്റെ ദോഷങ്ങളെല്ലാം ഇല്ലാതായിട്ട്, എല്ലാ ദോഷങ്ങളും, രാഗദ്വേഷാദികളായിട്ടുള്ള ദോഷങ്ങളൊക്കെ അസ്തമായിട്ട് ഇല്ലാതായി തീർന്ന് അസ്തസമസ്ത ദോഷൈഹി, എല്ലാ ദോഷങ്ങളും, രാഗദ്വേഷാദികളായിട്ടുള്ള സർവ്വദോഷങ്ങളും നശിച്ചതായിട്ടുള്ള മുനിമാർ ഏതൊരു വിദ്യയെയാണോ അഭ്യസിക്കുന്നത്, അതായത് ആ പരയായിട്ടുള്ള വിദ്യ, ആ വിദ്യ അസി, ആ വിദ്യ അങ്ങ് ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ് ആ വിദ്യയാകുന്നത്. ആ പരാവിദ്യയാകുന്നത് ദേവി തന്നെയാണ് എന്നാണ്. സാ ഭഗവതി, ഭഗവതിയാണ്. അതായത് ആ ഐശ്വര്യസ്യ സമഗ്രസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? വീര്യസ്യ യശസ ശ്രിയ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ഷണ്ണം സദ് ഭഗ ഇതീരണ എന്ന് പറയുന്നുണ്ട്. സമ്പൂർണമായിട്ടുള്ള ഐശ്വര്യം അത് ദേവി തന്നെയാണ്. അത് ദേവിക്കുണ്ട് എന്നുള്ളതാണ്. ആ ഐശ്വര്യം, വീര്യം ഉണ്ടാവണം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസഃ, യശസ്, ശ്രിയ, ശ്രീ, ജ്ഞാനം വൈരാഗ്യം ഇതൊക്കെ ഉള്ളതായിട്ടുള്ള അതാണ് ഭഗഃ എന്ന് പറയണത്. ഈ ഭഗം ഉള്ളതിനെയാണ് ഭഗവാൻ എന്നും ഭഗവതി എന്നും ഒക്കെ പറയണത്. ഈ 6 ഗുണങ്ങളും ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് ഭഗവാനും ഭഗവതിയും ആവണത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഭഗവതി സാക്ഷാൽ ഭഗവതിയാണ് ഈ ദേവി എന്നുള്ളതാണ്. വിദ്യാസി, വിദ്യയാണ്, പരമയായിട്ടുള്ള വിദ്യയാണ്, ആ ഭഗവതിയാണ്. സാ ഭഗവതി, ഭഗങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഭഗവതിയാണ്. പരമാ, ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ആ ഭഗവതി വിദ്യ ദേവി. ആ ദേവി ദിവ എന്നുള്ളതായിട്ടുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ പ്രകാശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദേവി എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശിക്കുന്നതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ദേവി അവിടെ നിന്ന് തന്നെ എന്ന്. ഇനി ശബ്ദാത്മിക വിപുലമൃഗജുഷം നിധാനം ഉദ്ഗീതരമ്യപദ പാഠവതം ച സംനം ദേവീ ത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താ ച സർവജഗതം പരമാർത്ഥിഹന്ത്രീ. ഇനി ശബ്ദാത്മികയായിട്ടുള്ള ദേവി, ശബ്ദസ്വരൂപം ആയിട്ടുള്ള ദേവിയാണ്. അതായത് പ്രണവം, ഓങ്കാരം എന്നുള്ളതായിട്ടുള്ള ആ പ്രണവസ്വരൂപയായിട്ടുള്ളത് വിദ്യ. ആ പ്രണവസ്വരൂപമാണ് എല്ലാ ശബ്ദത്തിൻ്റെയും ആധാരം എന്നാണ്. ആ പ്രണവത്തിൽ നിന്നാണ് സർവ്വശബ്ദങ്ങളും ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വശബ്ദങ്ങളുടെയും ഉത്ഭവം ആ ഓങ്കാരത്തിൽ നിന്നാണ്, പ്രണവത്തിൽ നിന്നാണ്. അപ്പോൾ പ്രണവസ്വരൂപമായിട്ടുള്ളതും ദേവി തന്നെ എന്നാണ്. ശബ്ദാത്മിക വിപുല മൃഗ് യജുഷാം നിധാനം, വിപുലങ്ങളായിട്ടുള്ള ഋക്ക് യജുസ്, വിപുല ഋഗ് യജുഷാം, വിപുലമായിട്ടുള്ള ഋക്കുകളുടെയും യജുസിൻ്റെയും, യജുർവേദം, ഋഗ്വേദം, യജുർവേദം ഇതിൻ്റെയൊക്കെ നിധാനമായിട്ടുള്ളത്, കാരണമായിട്ടുള്ളത്. ഉത്ഗീത രമ്യപദ പാഠവതാം ച സാംതാം, സാമവേദത്തിൻ്റെയും ഉത്ഗീതമായിട്ടുള്ള പാടപ്പെടുന്നതായിട്ടുള്ള
ഗീതമായിട്ട് പാടപ്പെടുന്നതായിട്ടുള്ള രമ്യപദങ്ങളോടുകൂടിയ പാഠത്തോടുകൂടിയ സാംനാം സാമവേദങ്ങളുടെയും, അതായത് സാമവേദത്തിൻ്റെ മന്ത്രങ്ങളുടെയാണ് പറയുന്നത്. ബഹുവചനം പറയുമ്പോൾ അതിൻ്റെ മന്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. സാമമന്ത്രങ്ങളുടെയും സ്വരൂപം ഭഗവതി തന്നെയാണ്. ആ സാമം എന്ന് പറഞ്ഞാലും ഋഗ്വേദം എന്ന് പറഞ്ഞാലും യജുർവേദം എന്ന് പറഞ്ഞാലും ഒക്കെ ഭഗവതി തന്നെയാണ്. ത്രയീ, അങ്ങനെ ആ 3 വേദങ്ങളുടെയും സ്വരൂപമായിട്ടുള്ള ത്രയീഞ്ച വേദത്രയങ്ങളെയാണ് പറയണത്. ഋക്ക് യജുസ്സ സാമം എന്നതായിട്ടുള്ള ആ 3 വേദങ്ങൾ. അതായത് ഒരു കാലഘട്ടം വരെ അഥർവവേദത്തിനെ അത്രത്തോളം പ്രധാനമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ ത്രയീ എന്നുള്ളതായിട്ടുള്ള ഈ 3 വേദങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ അതിനെ ത്രയീ എന്ന് ഒന്നിച്ച് പറയും എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദേവി ത്രയീ ഭഗവതി ആയിട്ടുള്ളതായിട്ടുള്ള ആ ദേവി അവിടെ നിന്ന് തന്നെ. ഇനി അതുമാത്രമല്ല, അപ്പോൾ ഈ 3 വേദങ്ങൾ അതിൻ്റെ ഉപനിഷത്തുകളൊക്കെ അതിൽ പെട്ടു. ഇനി അതല്ലാതെ കണ്ട് ഭവഭാവനായ, ഭവത്തിൻ്റെ സംസാരത്തിൻ്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട്, ഭവഭാവനം ഭവത്തിൻ്റെ സംസാരത്തിൻ്റെ സമൃദ്ധിക്കായിക്കൊണ്ട്, അതിൻ്റെ ഉന്നതിക്കായിക്കൊണ്ട്, വാർത്താച വാർത്തയായിട്ട്, അതായത് വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യം, കൃഷി തുടങ്ങിയതായിട്ടുള്ള ലൗകികങ്ങളായിട്ടുള്ള വ്യാപാരങ്ങളാണ്. ആ വ്യാപാരങ്ങൾക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ അനവധി ഉണ്ടല്ലോ, അനവധി ഗ്രന്ഥങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം ആ ഗ്രന്ഥരൂപത്തിലുള്ളതൊക്കെ ദേവി തന്നെയാണ് എന്നാണ്. വാർത്താച സർവജഗതാം പരമാർത്തി ഹന്ത്രി, പരമായിട്ടുള്ള ആർത്തിയെ ഇല്ലാതാക്കുന്ന, ഹന്ത്രീച്ച നശിപ്പിക്കുന്നത്, ആർത്തിയെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള വാർത്തകളിലുള്ളതായിട്ടുള്ള, അതായത് സാധാരണ ലൗകിക ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള വാണിജ്യം, കൃഷി തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ശബ്ദ സമൂഹവും അതൊക്കെ ദേവി തന്നെയാണ്. ശബ്ദാത്മികയായിട്ടുള്ളത് എല്ലാം തന്നെ ഈ ദേവിയാണ് എന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവിയുടെ പ്രഭാവത്തിനെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിനൊന്നും ശക്തിയില്ല എന്ന് ദേവന്മാർ പറയുകയാണ്. അപ്പം അങ്ങനെയൊന്നും വർണ്ണിക്കാൻ ശക്തിയില്ലെങ്കിലും ഞങ്ങളെ വർണ്ണിക്കണു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇത്രയത്തെ ഗംഭീരമായിട്ടുള്ള മഹാത്മ്യം ഉള്ളത് കൊണ്ട് വർണ്ണിക്കാണ്ട പറ്റില്ല, ഇതാവണം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ശക്തി ഇല്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും സ്തുതിക്കണു എന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.